എന്തായാലും തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നിൽക്കുന്നത്. ഇന്നലെ കൊട്ടിക്കലാശമായിരുന്നു, ആഘോഷമായിരുന്നു. നമുക്ക് 20 മണ്ഡലങ്ങളിലും കാണാൻ കഴിഞ്ഞത്. 45 ദിവസത്തെ പ്രചരണത്തിന് ശേഷം കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയപ്പോൾ മുന്നണികളെല്ലാം ആവേശത്തോടെ പ്രവർത്തകരുമായി എത്തി സ്ഥാനാർത്ഥികളൊക്കെ ഗംഭീരമാക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. രാജ്യത്തിന് നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 25,231 ബൂത്തുകളിലായി 2.25 കോടിയോളം വോട്ടർമാർ നാളെ വോട്ട് രേഖപ്പെടുത്തും. സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് 66,303 പോലീസ് ഉദ്യോഗസ്ഥർ. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. വിജിൻ, 45 ദിവസമല്ലേ നമ്മൾ പ്രചരണത്തിന്റെ തിരക്കിലായിരുന്നു. ഒരു ആഘോഷമായിരുന്നു സംസ്ഥാനത്തുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ പ്രചരണമൊക്കെ കഴിഞ്ഞ ഇന്നലെ കൊട്ടിക്കലാശത്തോടു കൂടി സമാപിച്ചിരിക്കുകയാണ്. ഇന്ന് നിശബ്ദ പ്രചരണം. നാളെ ഇനി കേരളം ജനവിധി എഴുതാനായി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ പ്രചരണത്തിന്റെ തുടക്കം മുതൽ അവസാന ഘട്ടം വരെയുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? തുടക്കം മുതൽ വന്ന വിഷയങ്ങൾ, രാഷ്ട്രീയ കാലാവസ്ഥ മാറി മറിഞ്ഞത് എങ്ങനെ? നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ മുന്നണികളുടെ ആത്മവിശ്വാസം എന്താണ്? മനു, എന്തായാലും 45 ദിവസം എന്ന് പറയുമ്പോഴും ഏകദേശം 2 മാസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് ഇന്നലെ കൊട്ടിക്കലാശത്തോടെ സമാപനം കുറിച്ചത്. ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. മണിക്കൂറുകൾ മാത്രമേ ഇനി തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ബാക്കിയുള്ളൂ. നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞതുപോലെ രാജ്യത്തിന് തന്നെ നിർണായകമായ തിരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നാളെ ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏകദേശം 2.25 കോടിയോളം ജനങ്ങൾ, വോട്ടർമാർ വിധി എഴുതും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. രാജ്യത്തിന് നിർണായകം എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ഏറ്റവും പ്രകടമായി തന്നെ നമുക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ, മോദി ഭരണത്തെ വിലയിരുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ 25,531 ബൂത്തുകളിലായി 13,272 കേന്ദ്രങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരം 63,303 പോലീസ് ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ സൈനിക വിഭാഗത്തെയും ഒക്കെ നിയമിച്ചുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ നിലവിൽ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം 8 മണിയോടുകൂടി പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. ഓരോ കേന്ദ്രങ്ങളിലും എത്തി പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അത് ഏറ്റുവാങ്ങും. ഒപ്പം തന്നെ അവർ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും. എന്തായാലും മനു സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിൽ 2 മാസം നീണ്ടുനിന്ന ഒരു ആഘോഷത്തിന് തന്നെയാണ് സമാപനമാകാൻ പോകുന്നത് സംസ്ഥാനത്ത്. ആഘോഷം എന്ന് പറയുമ്പോഴും അത് ഏറ്റവും നിർണായകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചോദിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യാവസാനം പ്രചാരണത്തിൽ സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനം രാജ്യത്തെ വർഗീയമായി വിഭജിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്ന ഘട്ടത്തിൽ അതിനെതിരായ ശക്തമായ പ്രചാരണം തന്നെയായിരുന്നു സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങൾ നടത്തുകയും ചെയ്തത്. പല കവലകളിലും ഒക്കെ നഗരങ്ങളിലും ഉൾപ്പെടെ ജനങ്ങൾ ഒക്കെ കഴിഞ്ഞ 2 മാസക്കാലം സംസാരിച്ചത് രാജ്യം ഭരിക്കുന്ന മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തന്നെയായിരുന്നു. അതുതന്നെയായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്തും പ്രധാന പ്രചാരണ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത്. ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കുകയായിരുന്നു CAA വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ആദ്യാവസാനം ഈ CAA പൗരത്വ ഭേദഗതി നിയമം പുതുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായപ്പോൾ തന്നെ കേരളം നിയമസഭ ഐക്യകണ്ഠമായി ഈ പ്രമേയം പാസാക്കി അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടതുപക്ഷം പൂർണ്ണമായും ഈ CAA റദ്ദ് ചെയ്യുന്ന നിലപാട്, CAA നടപ്പിലാക്കില്ല എന്ന നിലപാട് ആവർത്തിച്ച് ഈ പ്രചാരണ യോഗങ്ങളിലും ഒപ്പം തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഉടനീളം ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അത്തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ ഇത്തരം വർഗീയ അജണ്ടകളെയും കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു LDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്തായാലും മുഖ്യമായും കേരളത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് LDFും UDFും തമ്മിലാണ് കാലങ്ങളായി മത്സരം നടക്കുന്നത്. BJPക്ക് വലിയ മുന്നേറ്റം ഒന്നും ഇതുവരെയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആകെ ചരിത്രത്തിൽ ആദ്യമായി ഒരു നേമത്ത് BJP നിയമസഭാ മണ്ഡലത്തിൽ
ഒ രാജഗോപാലിലൂടെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തുടർഭരണം നേടുന്ന ഒരു വലിയ ചരിത്രപ്രധാനമായ ഒരു ഘട്ടത്തിൽ ആ നിയമത്തെ അക്കൗണ്ട് കൂടി പൂട്ടിച്ചാണ് LDF അതിൻ്റെ ചരിത്രപരമായ മുന്നേറ്റം തുടർന്നുകൊണ്ടിരുന്നത് എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിഷയങ്ങളും ഒപ്പം തന്നെ ഫെഡറലിസം തകർക്കാനും സംസ്ഥാനത്തെ പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായി ഞെരുക്കാനും ഒക്കെ ഉണ്ടായിരുന്ന നീക്കങ്ങൾ എടുത്തു പറഞ്ഞ് അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയായിരുന്നു ആദ്യം മുതൽ ഇടതുപക്ഷം സ്വീകരിച്ചത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി സംസ്ഥാനത്തെ വിഷയങ്ങളിൽ മാത്രം ഊന്നിയുള്ള ഒരു പ്രചാരണം UDF പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തുകയും ചെയ്തു. BJP ആകട്ടെ നരേന്ദ്രമോദിയിൽ കേന്ദ്രീകരിച്ച് മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആദ്യാവസാനം കൊണ്ടുപോകുന്ന ഒരു നിലയുമുണ്ടായി. മോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു NDA യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനം സംസ്ഥാന സർക്കാർ സ്വയം നടപ്പിലാക്കിയ വാട്ടർ മെട്രോ ഉൾപ്പെടെ തങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പത്രപരസ്യം ഉൾപ്പെടെ നടത്തുന്ന മോദിയുടെ ചിത്രവും ആയി പത്രപരസ്യം കൊടുത്ത് അത്തരത്തിലുള്ളൊരു വ്യാജ പ്രചാരണത്തിലേക്ക് കൂടി NDA ക്യാമ്പ് മാറുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിനെയെല്ലാം ഓരോ ദിവസത്തെയും വാർത്താ സമ്മേളനത്തിൽ പൊളിച്ചെടുക്കുകയും മറുപടി നൽകിയുമായിരുന്നു മുഖ്യമന്ത്രി ഈ ജനങ്ങളോട് ഈ കാര്യങ്ങൾ എല്ലാം വിശദീകരിച്ചത് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന കാര്യമാണ്. എന്തായാലും സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളുടെയും ഈ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് അത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കണ്ടതുപോലെ ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി LDFന്റെ നേതൃത്വം ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്ന കാഴ്ച കണ്ടു. ഒപ്പം തന്നെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് എത്തിയതോടെ തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്ന ഒരു നിലയും ഉണ്ടായി. മോദി ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ടങ്ങളിൽ പ്രചാരണത്തിന് എത്തിയെങ്കിലും അമിത്ഷായുടെ വരവ് ഉൾപ്പെടെ റദ്ദ് ചെയ്തുകൊണ്ട് അത് വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യം NDA ക്യാമ്പിൽ ഉണ്ടായി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരവും ഒപ്പം തന്നെ തൃശ്ശൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 തെരഞ്ഞെടുപ്പിലും LDF 3-ാം സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ ജനകീയനും സാധാരണക്കാരനുമായ പന്ന്യൻ രവീന്ദ്രനെ മുന്നിൽ നിർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് LDF കടന്നതോടുകൂടി സിറ്റിംഗ് MP ആയ ശശി തരൂരും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരും ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കൂടി ഇറക്കി പന്ന്യൻ രവീന്ദ്രനിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് LDF കടക്കുകയും ചെയ്തു. അതിൻ്റെ ആവേശം ഈ തുടക്കം മുതൽ അവസാനം വരെ പരസ്യപ്രചാരണത്തിൽ കാണുകയും ചെയ്തു. ഒപ്പം തന്നെ ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ചെങ്കിലും വി മുരളീധരന് വലിയ ഒരു എഫക്റ്റ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ചിത്രമാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം സർവേകൾ ഉൾപ്പെടെ നേരത്തെ പുറത്തു വരികയും ചെയ്തു. വോട്ടർമാരെന്നുള്ള പ്രതികരണവും ആ നിലക്ക് തന്നെ ഉണ്ടാവുകയും ചെയ്തു. നേരത്തെ തൃശ്ശൂർ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി വർഷങ്ങളായി കേന്ദ്രീകരിച്ചുള്ള പ്രചരണം തൃശ്ശൂരിൽ നടത്തിയത്. പക്ഷേ അതിലും ചെക്ക് വെച്ചുകൊണ്ട് LDF VS സുനിൽകുമാർ എന്ന ഏറ്റവും കരുത്തനായ മുൻ മന്ത്രി കൂടിയായ ജനകീയനായ തൃശ്ശൂർക്കാരനായ സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിലേക്ക് ഇറക്കി അവിടെയും NDAക്ക് ഒരു പ്രതിരോധം തീർക്കുന്ന കാഴ്ച കണ്ടു. ഒപ്പം തന്നെ K മുരളീധരൻ്റെ വരവോടെ UDF ക്യാമ്പും അവിടെ ഉണർന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആവേശത്തിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് അതിൻ്റെ പരസ്യപ്രചാരണവും ഒപ്പം തന്നെ ഇന്ന് ഏറ്റവും അവസാനം നിശബ്ദ പ്രചാരണവും നടക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അവസാനത്തെ വോട്ടുകൾ കൂടി ഉറപ്പിക്കാനുള്ള തത്രപ്പാടിൽ അതിനുള്ള നീക്കവും നേരിട്ട് വോട്ടർമാരെ വിളിക്കേണ്ടവരെയൊക്കെ നേരിട്ട് സ്ഥാനാർത്ഥികൾ തന്നെ വിളിക്കുകയും ഒപ്പം തന്നെ നേതാക്കളും പ്രവർത്തകരും അത്തരത്തിൽ വീടുകളിലേക്ക് എത്തി അവരെ കണ്ടുള്ള പ്രചാരണവും ഒക്കെ ആയിരിക്കും ഇന്ന് നടക്കുക. എന്തായാലും തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം രാജ്യത്തിന് നിർണായകമായ തിരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി എന്നുള്ളത് തന്നെയാണ് മനു. തീർച്ചയായും വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. വിജിൻ, ഒരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ട മറ്റൊരു പ്രവണത മാധ്യമങ്ങളുടെ സമീപനം, അതിനെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ലല്ലോ. ഈ സർവേകളൊക്കെ എത്ര എണ്ണമാണ് വന്നത്? ആ സർവേയിലൊക്കെ വല്ലാത്ത രീതിയിൽ UDFന് അനുകൂലമാണ് കേരളമെന്ന് ഒരു നരേറ്റീവ് കൊണ്ടുവരാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾ. ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ
അത് മുഴുവൻ കൊടുക്കാതിരിക്കുക, അവർക്കിഷ്ടമുള്ളത്, അതായത് ഓരോ മാധ്യമങ്ങൾക്കും അവർക്കിഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രം കൊടുക്കുക, എന്നാൽ UDF നേതാക്കളോ BJP നേതാക്കളോ മാധ്യമങ്ങളെ കാണുമ്പോൾ അത് മുഴുവൻ കൊടുക്കുക എന്നിങ്ങനെയുള്ള സമീപനങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മാധ്യമങ്ങളുടെ ഈ നിഷ്പക്ഷരെന്ന് പറയുന്നവരുടെ പക്ഷം പിടിച്ചുള്ള ഇടപെടലുകളെക്കുറിച്ച് കൂടി നമുക്ക് പറഞ്ഞു വെക്കണം. മനു, ഇതിൽ സർവേകളെയൊക്കെ ജനങ്ങൾ തിരസ്കരിച്ചിട്ട് കാലങ്ങളായി എന്നുള്ളതാണ്. അതിന് അത്ര വലിയ പ്രാധാന്യം ഒരു ജനതയും കേരളത്തിലെ പ്രത്യേകിച്ച് വോട്ടർമാർ കൊടുക്കുന്നില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുമ്പായി നടത്തിയ സർവേ, അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടത്തിയ സർവേകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള ജനവിധിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ രാജ്യത്ത് തന്നെ പലതരത്തിലുള്ള സർവേകളും ഏകപക്ഷീയമായി ഒരു ഭാഗത്തിന് മാത്രം അനുകൂലമാക്കി മാറ്റി സർവേകൾ നടത്തുന്ന കാഴ്ച, പെയ്ഡ് സർവേ എന്ന പേര് തന്നെ ഇപ്പോൾ നിലവിൽ സർവേകൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ജനങ്ങൾ അത്രമാത്രം പ്രസക്തി മാത്രമേ കൊടുക്കുന്നുള്ളൂ, അത്രമാത്രം പരിഗണന മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മനു മറ്റൊന്ന് സൂചിപ്പിച്ചത് മാധ്യമങ്ങളുടെ സമീപനമാണ്. അത് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ മാധ്യമങ്ങൾ പെയ്ഡ് സർവേകളും LDF വിരുദ്ധ വാർത്തകളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പോലും പൂർണ്ണമായും തിരസ്കരിക്കുന്ന ഒരു സമീപനം ഈ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പക്ഷേ ഇതിൽ ഗോവിന്ദൻ മാസ്റ്റർ എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത് LDF. ഓരോ മണ്ഡലങ്ങളിലും 4000 വീതം കുടുംബയോഗങ്ങളാണ് LDF സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി തന്നെ ആ രീതിയിലായിരുന്നു. നമ്മൾ പണ്ട് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ LDF അത്തരത്തിലുള്ളൊരു രീതി സ്വീകരിച്ചത് കണ്ടതാണ്. ജനങ്ങളിലേക്ക് പൂർണ്ണമായും ഇറങ്ങിച്ചെന്ന് അവരെ ഈ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അത്തരം നടപടികളെ പൂർണ്ണമായും വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം വർഗീയ അജണ്ടകളും എല്ലാം നേരിട്ട് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ രീതിയായിരുന്നു LDF സ്വീകരിച്ചത്. പണത്തിൻ്റെയും പണക്കൊഴുപ്പിൻ്റെയും ഒക്കെ അതിൻ്റെ ഭാഗമായി വലിയ തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകളും അനൗൺസ്മെൻറ്റ് വാഹനങ്ങളും മറ്റു തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും ഒപ്പം തന്നെ വടകരയിൽ ഉൾപ്പെടെ അശ്ലീല പ്രചാരണങ്ങളും ഒക്കെ നടത്തി UDF-ഉം NDA-യും ഒക്കെ അത്തരം പ്രചാരണത്തിലേക്ക് കടന്നപ്പോൾ LDF പൂർണ്ണമായും ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് പൂർണ്ണമായും ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു പ്രചാരണ രീതിയായിരുന്നു സ്വീകരിച്ചത്. ഏറ്റവും അവസാനം ഇന്നലെ കൊട്ടിക്കലാശത്തിൻ്റെ തൊട്ട് തലേ ദിവസം മിനിഞ്ഞാന്ന് 25,531 ചെറു പ്രകടനങ്ങളാണ് ഓരോ ബൂത്തുകളിലും LDF നടത്തിയത് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രത്യേകതയായി തന്നെ കാണണം. അത് അത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി LDF ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സംസ്ഥാനത്ത് 25,531 ചെറു പ്രകടനങ്ങളായി ഒരു കുട്ടിക്കലാശത്തിന് സമാനമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയായിരുന്നു LDF സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ മനു സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളുടെ മുഖ്യമന്ത്രിയൊക്കെ നേരത്തെ എപ്പോഴും പറയുന്നത് പോലെ മാധ്യമങ്ങളുടെ പരിലാളന ഏറ്റല്ല LDF നേതാക്കളും CPI-ഉം ഒന്നും മുന്നോട്ട് പോകാറുള്ളത്. ഏത് ഘട്ടത്തിലും LDF-നെതിരായി വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ രംഗത്തെത്താറ്. എക്കാലത്തും സർവേകളും ആ രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടാകാറും. അത് ജനങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലാണ് കേരളത്തിലെ ഒരു പൊതുവികാരം എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. പക്ഷേ അതിനെയെല്ലാം തിരസ്കരിച്ച് ജനങ്ങൾ LDF-ന് അനുകൂലമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പാർലമെന്റ് ഏത് രീതിയിലാണ് ഈ പറയുന്ന മാധ്യമങ്ങളുടെ ഒക്കെ സമീപനമെന്ന് ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. ഓക്കെ വിജിൻ, താങ്ക് യു. നമുക്ക് അല്പസമയത്തിന് ശേഷം വീണ്ടും കാണാം മറ്റു വാർത്തകളുമായി. ഏതായാലും വിജിൻ വായന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.